ഇന്ന് ഫെബ്രുവരി 1, 2026. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് രാവിലെ 11 മണിക്ക് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത്. റിഫോം എക്സ്പ്രസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയ്ക്ക്, പ്രതിരോധം എന്നിവയ്ക്കായി വലിയ തുക വകയിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബജറ്റ് പ്രഖ്യാപനങ്ങളോട് തത്സമയം പ്രതികരിക്കാൻ നിക്ഷേപകർക്ക് അവസരമൊരുക്കി NSEയും BSEയും ഇന്ന് തുറന്നു പ്രവർത്തിക്കും. അന്തരിച്ച അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ വാര്യങ്ങുമായുള്ള ഭിന്നതയെ തുടർന്ന് മുൻ MLA നവ്ജോത് കൗർ സിദ്ധു പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ഇന്ത്യ പിന്തുണ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ-അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കി. പ്രശസ്ത സംവിധായകൻ രോഹിത് ഷെട്ടിയുടെ മുംബൈയിലെ വീടിന് പുറത്ത് 4 തവണ വെടിയുതിർത്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ തീവ്രവാദികൾക്കായി സുരക്ഷാ സേനയുടെ തെരച്ചിൽ തുടരുന്നു. ന്യൂസിലൻഡിനെതിരായ 5ാം T20 മത്സരത്തിൽ വിജയിച്ചതോടെ ഇന്ത്യ 4-1 പരമ്പര സ്വന്തമാക്കി. ഇഷാൻ കിഷൻ തന്റെ ആദ്യ T20 സെഞ്ചുറി നേടി.